ആറളത്ത് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി ആനയെ ആറളം ഫാമിലേക്ക് തുരത്തി. വനത്തിലേക്ക് ആനയെ തുരത്താനുള്ള ശ്രമം തുടരുന്നു. പ്രതിരോധ വേലി മറികടന്നാണ് കാട്ടാന എത്തിയത്. സജോ ദേവസിയാണ് ചേരുന്നത് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. സജോ, ഇപ്പോൾ എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? കാട്ടാന കാട് കയറിയോ? സ്മിത, കാട്ടാനയെ കാട്ടിലേക്ക് എത്തിക്കാനുള്ള അല്ലെങ്കിൽ തുരത്താനുള്ള വനം വകുപ്പ് സംഘത്തിന്റെ ദൗത്യം ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. ആറളം ഫാമിനെ സംബന്ധിച്ച് കാട്ടാനയുടെ സാന്നിധ്യം പുതുമയുള്ള കാര്യമല്ല. ഫാം മേഖലയിൽ മാത്രം നിരവധി കാട്ടാനകൾ തമ്പടിച്ചിട്ടുണ്ട്. അവയെ തുരത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക ദൗത്യം 2 ആഴ്ച മുൻപ് ആരംഭിച്ചിരുന്നു. അതിപ്പോഴും തുടരുന്നുണ്ട്. അതേസമയം പുനരധിവാസ മേഖലയിലുള്ള ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. ഇത് പക്ഷേ അതും മറികടന്ന് എതിർഭാഗത്ത് ആറളം പുഴയും കടന്ന് പാലത്തിന്റെ ഭാഗത്തേക്ക് മറ്റൊരു ജനവാസ മേഖലയിലേക്കാണ് ആന എത്തിയത്. ആ മേഖലയിൽ നിന്ന് കൊട്ടിയൂർ റേഞ്ചിൽ നിന്നുള്ള വനപാലകരുടെ സംഘവും ഇപ്പോൾ ആറളം ഫാമിലെ പ്രത്യേക ദൗത്യത്തിന്റെ ഭാഗമായ RRT സംഘവും ചേർന്ന് ആനയെ ഫാമിലേക്ക് തുരത്തിയിരുന്നു. എങ്കിലും ഫാമിനോട് ചേർന്ന വനാതിർത്തി മേഖല വഴി വനത്തിലേക്ക് ആനയെ കടത്തിവിടുക എന്നതാണ് ലക്ഷ്യം. ഫാമിനുള്ളിൽ കടക്കുന്നതോടുകൂടി തന്നെ മറ്റ് ഇടങ്ങളിൽ അല്ലെങ്കിൽ ആന എത്തിയ ആ ഭാഗത്തേക്ക്, പാലപ്പുഴ ഉൾപ്പെടുന്ന ഭാഗത്തേക്കുള്ള ജനങ്ങളുടെ ആശങ്ക അകറ്റാനുള്ളൊരു ശ്രമമാണ് പ്രാഥമികമായി ഉണ്ടായത്. ഇനിയിപ്പോൾ ആ ആനയും കൊമ്പനാണ്, അതുകൊണ്ട് തന്നെ ഒറ്റയാനായാണ് എത്തിയത്. അതുകൊണ്ട് കുറച്ചുകൂടി ജാഗ്രതയും കരുതലും ആവശ്യമായുണ്ട്. പുനരധിവാസ മേഖലയിലെ ഏതെങ്കിലും ബ്ലോക്കിലേക്ക് ഇറങ്ങിയാലും അത് പ്രതിസന്ധിയാണ്. ഇപ്പോൾ വനംവകുപ്പ് പറയുന്നത് അവിടെ ദൗത്യസംഘം തുടരും. പൂർണ്ണമായും ആനയെ വനത്തിലേക്ക് എത്തിക്കാനുള്ള ദൗത്യം ഇപ്പോഴും തുടരുന്നുണ്ട്. അക്കാര്യത്തിൽ ആശങ്ക വേണ്ട എന്നാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. ശരി സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയായിരുന്നു. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.